അപ്പം നമ്മൾ പുതിയൊരു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. അതെ, സാംസങ്ങിൻ്റെ ഗാലക്സി M36. M35 നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തായിരുന്നു. M35 ആക്ച്വലി വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണായിരുന്നു. അതിനകത്ത് ഹീറ്റിംഗ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിൽ പോലും അത്രയ്ക്ക് ഹീറ്റ് ആയില്ല. പക്ഷേ M36ലേക്ക് വരുമ്പോൾ മാർക്ക് ഭ്രാന്തായി. അതാണ് എനിവേ M36ൻ്റെ ചർച്ച നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യമേ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് അൺബോക്സിംഗ് ഇല്ലെന്ന്. അൺബോക്സിംഗ് ഡിസേർവ് ചെയ്യുന്നില്ല. 20,000 താഴെയുള്ള ഒരു ഫോണിൽ ചാർജറില്ല. അങ്ങനെയുള്ള ബ്രാൻഡുകൾക്ക് നമ്മൾ അൺബോക്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അതെ, അത്രേ ഉള്ളൂ. കാരണം എന്താ, നിങ്ങൾക്കൊന്നും കാണാനില്ല അതിനകത്ത് ജസ്റ്റ് ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിക്കകത്തൊരു കേബിളും ഉണ്ട്, ആ ഒരു ഫോണും ഉണ്ട്, കവർ പോലും തന്നിട്ടില്ല. ഇത്രയ്ക്കും എച്ചിത്തരം സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഈവൻ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് നമുക്ക് ഓക്കെ ഫൈൻ, അതൊരു സ്റ്റാൻഡേർഡായി മാറി. അതിനകത്ത് ഇനിയിപ്പം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൽ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ നമുക്ക് തുടങ്ങിയേക്കാം. ഈ ഒരു ഫോണിൻ്റെ ആത്മാവ് ഞാൻ ഏറെക്കുറെ ഊറ്റി വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നല്ലതായിരിക്കും. അതെ, സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് ദ ബിൽഡ് ആൻഡ് ഡിസൈൻ. സാംസങ് ഗാലക്സി M36 ഡിസൈൻ ആക്ച്വലി എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. കൈൻഡ് ഓഫ് എന്താ ഒരു ഫ്ലാഗ്ഷിപ്പ് അവരുടെ സീരീസ് അല്ലെ, എസ് സീരീസിൻ്റെ റേഞ്ചിലൊരു ഡിസൈനാണ്. അതായത് ക്യാമറ ലേഔട്ടൊക്കെ ഇങ്ങനെ എന്താ വെർട്ടിക്കലി അലൈൻഡ് ക്യാമറ ലേഔട്ടാണ്. വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. ഓൾസോ ഗ്ലാസ് ബാക്ക് ആണ്, അതേപോലെ പ്ലാസ്റ്റിക്കിന് ഫ്രെയിമാണ്. ഇനി ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ഉണ്ട്. അതെ, അപ്പോൾ വിക്ടസ് പ്ലസ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു മഹിമ കാണും. സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാൻ കണ്ടില്ല. എനിവേ, അപ്പോൾ വിക്ടസ് പ്ലസ് ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു എന്തേലും ഒരു ഹൈലൈറ്റ് ഘടകം ഈ ഒരു ഫോണിന് കൊടുക്കാൻ വേണ്ടി അമ്മമാർ കൊടുത്ത പോലെ തോന്നുന്നു ഈ വിക്ടസ് എന്നൊക്കെ പറഞ്ഞു. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ. അതായത് ബാക്കി ഏറെക്കുറെ മിക്ക ബ്രാൻഡുകൾ ഇൻ ഡിസ്പ്ലേ പിടിക്കുമ്പോൾ ഇവർ സൈഡ് മൗണ്ടഡ് ആണ്. ഓക്കെ, താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കുണ്ട്, ടൈപ്പ് സി പോർട്ടുണ്ട്, അതേപോലെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ നാനോ സിം ആണ്. അതെ, അത്രേ ഉള്ളൂ. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ല, നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇയർ പീസിനകത്ത് ഇംപ്ലിഡ് ആയിട്ട് ഉള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് ഞാൻ പറഞ്ഞ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഫേസ് അൺലോക്കും വലിയ കുഴപ്പമില്ല. നോക്ക് സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ സെക്യൂർ മീൻസ് മോർ ബെറ്റർ ദാൻ അതർ ഫോൺസ് എന്ന് വേണേൽ പറയാം. കാരണം സെക്യൂരിറ്റി ഫീച്ചർ അത് നോക്സ് ഉള്ളതുകൊണ്ട് ഹാർഡ്വെയർ ലെവൽ സംഭവമാണ്. അപ്പം ഫേസ് അൺലോക്ക് ആൻഡ് ഫിംഗർ പ്രിന്റ് ഫൈൻ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. പിന്നെ അങ്ങനെ വേറെ ആക്യുറസി പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആനിമേഷൻ്റെ ഒരു ഡിലേ ഉണ്ട്, അത് ഒരു ഡിലേ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കൊടുത്തില്ല. അടുത്തത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയിലേക്ക് കിടക്കാം, ഡിസ്പ്ലേ. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. സൂപ്പർ ആമോലെഡ് തന്നു, പക്ഷേ യു ഷേപ്പ് നോച്ച് 2025 യു ഷേപ്പ് നോച്ച്. അതായത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കും, ഈ സാംസങ്ങിൻ്റെ ഫാൻസിനോടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ പഞ്ച് ഹോൾ തന്നു, ഇത്തവണ എന്താ വാട്ടർ ഡ്രോപ്പ് നോച്ച്. അതായത് ആ ഒരു സാധനം ഇപ്പം 4-5 വർഷമായി, അത് ഔട്ട്ഡേറ്റഡ് ആയി. ലൈക്ക് 3 years എന്തായാലും ആയി. ഇത് പിന്നെ ഒരു നാണമില്ലാതെ അങ്ങ് ഇറക്കുവാണ് അത് മേടിക്കാൻ ആൾക്കാർ. ഇതൊക്കെ ഒരു നെഗറ്റീവാണ്. ഇതിനകത്ത് നമ്മൾ പല ഫോണും ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. ആ ഫോണിനകത്ത് ഞാൻ വലിയ കുഴപ്പമില്ലെന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിനകത്ത് സ്റ്റാൻഡേർഡ് വെച്ച് കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഫാക്ടേഴ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും. പക്ഷെ ഇത് കണ്ടോ, ഇത് ഇവിടെ തന്നെ നമ്മൾ എന്താ പറയണ്ടേ, ഡിസ്പ്ലേ തന്നെ കൊണ്ടാ നശിപ്പിച്ച് വെച്ചേക്കോ. ഈ വാട്ടർ ഡ്രോപ്പ് നോച്ച് മതിയായില്ലേ? അതുമല്ല, ഒരു ഫോണിൻ്റെ സക്സസർ എന്ന് പറയുമ്പം ബെറ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തകർച്ചയാണ്. അത് സാംസങ്ങിൻ്റെ കാര്യത്തിൽ ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ചാനൽ അവർ കാണാറില്ല. എനിവേ, യു ഷേപ്പ് നോച്ചാണ്. ഡിസ്പ്ലേ പക്ഷേ വലിയ കുഴപ്പമില്ല, ഗുഡാണ്. മീൻസ് സൺലൈറ്റിൻ്റെ വിസിബിലിറ്റിയിലൊക്കെ ആണെങ്കിലും സാധനം ഡിസ്പ്ലേ നമുക്ക് നല്ലതായിട്ട് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ റിഫ്രഷ് റേറ്റിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോഫ്റ്റ്വെയർ ഒക്കെ നല്ലതായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ മേജർ ലാഗ്സോ അങ്ങനെ സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു റിഫ്രഷ് റേറ്റിൽ ഒരു ഫ്ലുവൻസി കുറവൊന്നും തോന്നുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. നൈസാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഒരു ഫോണിൽ എപ്പോഴും ഒരു സക്സസറും പ്രിഡസസറും തമ്മിൽ എന്തായാലും ഒരു പെർഫോമൻസിൻ്റെ ഹൈക്ക് കാണാറുണ്ട്. കൂടുതൽ ഫോഴ്സ് ചെയ്ത് പറയുന്നില്ല. കാരണം ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, റിയൽമി കുറേ വർഷങ്ങൾ 720G വെച്ച് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന എക്സിനോസിന് 1380 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്, വിത്ത് 5 നാനോമീറ്ററിന്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ്. അതുപോലെ UFS 2.2 ഉണ്ട്, LPDDR4X റാം ടൈപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് Cortex A78 ആണ് ഇതിനകത്തുള്ളത്. അതായത് M35 സെയിം ചിപ്സെറ്റ് ഇപ്പോൾ പറയുകയാണ് 7300 മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7300 സ്നാപ്ഡ്രാഗൺ 7S Gen 2 തുടങ്ങിയ ചിപ്സെറ്റിലൊക്കെ ഈ ഒരു Cortex A78 ഉള്ള പരിപാടിയാണ്.
സ്റ്റാൻഡേർഡ് വെച്ച് ഈ ഒരു പ്രൈസ്, അതായത് 18-19,000 റേഞ്ചിൽ നമുക്ക് കുറച്ചുകൂടെ പുതിയ ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ള കോർട്ടെക്സ് ഉണ്ട്. അതായത് കോർട്ടെക്സ് A710, A720, അതായത് കുറച്ചുകൂടെ പുതിയ ആർക്കിടെക്ചറിലുള്ള കോർസ് അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് ഉണ്ട്. അല്ല അങ്ങനത്തെ ഫോൺസും ഉണ്ട്, 6 and 4 അങ്ങനെ കുറച്ച് ഫോൺസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതി വെച്ച് ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പം ഈ കോർട്ടെക്സ് 978 തന്നു, അതിലല്ല കാര്യം, അതിൽ മുന്നോട്ടുള്ളതിലാണ് കാര്യം. ഇനി ബെഞ്ച് മാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ 5,93,483 നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ കോർ സ്കോർ 1016ഉം മൾട്ടി കോർ സ്കോർ 2928ഉം ആണ്. ഇനി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 86% സ്റ്റെബിലിറ്റിയാണ് എനിക്ക് 15 മിനിറ്റ്സിൽ കിട്ടിയത്. അതായത് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൻ്റെ ആപ്പ് വെച്ച് സ്റ്റേബിൾ ആണ്. അതായത് ചിപ്സെറ്റ് വലിയ പ്രശ്നം ഇല്ലാത്തൊരു രീതി തന്നെയാണ്. അത് മേ ബി M35ലും അതായിരുന്നല്ലോ. അപ്പം ഓഫ് കോഴ്സ് ഒരു ചിപ്സെറ്റ് കുറേ നാളായിട്ടുണ്ടെങ്കിൽ അത് ഒപ്റ്റിമൈസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം, തേച്ച് മിനിക്കാം. അതെ, ഇറ്റ്സ് ഗുഡ്. ഇനി ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് BGMI എക്സ്ട്രീമിലൊക്കെ കളിക്കാം. പക്ഷേ ഞാൻ നോക്കിയിട്ട് കുറച്ചു നേരം കളിക്കുമ്പോൾ തന്നെ ഒരു ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് സാധാ ഫോണുകളിലും ഈ കൂടുതൽ വാം ആകുന്നുണ്ട് ഈ ഫോൺ. അതാണ് എപ്പോഴും നമ്മൾ ഈ ഫോൺ അല്ലെങ്കിൽ M35ൽ ഞാൻ പറഞ്ഞതാ, സാധാ ഫോണുകളിൽ ഇത് ഇച്ചിരൂടെ വാം ആവുന്നുണ്ട്. ഓവർ ഹീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കുറച്ചുകൂടെ ചൂടാകും. അതായത് ചിലർക്കത് ഓവർ ഹീറ്റിംഗ് ആയിട്ട് തോന്നാം. ഞാൻ ചിലരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലർ കൈ പിടിക്കുമ്പോൾ തന്നെ ചെറിയ ചൂടാണെങ്കിൽ തന്നെ പൊള്ളുക എന്ന് പറയും. അങ്ങനത്തെ ടീംസിന് എന്തായാലും ഇത് ചൂടായിരിക്കും. അല്ലെങ്കിൽ നോർമലി ഒരു ചെറിയൊരു എബോവ് എന്താ പറയുക, ഒരു നോർമൽ ഹീറ്റിലും കുറച്ചുകൂടെ കൂടുതൽ ഹീറ്റ് ഈ ഒരു ഫോണിൽ നിന്നുണ്ട്. അപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ യൂസറാണ്, ഒന്നും പേടിക്കേണ്ട. സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ചുകൂടെ സ്മൂത്താണ്, കാരണം സാംസങ്ങിന് സോഫ്റ്റ്വെയർ നല്ലതായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ ആ ചിപ്സെറ്റ് പഴയതായതുകൊണ്ടും അവർ ആ സോഫ്റ്റ്വെയർ വെച്ച് അത് മിനിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. സോ പെർഫോമൻസ് നിങ്ങൾക്ക് നൈസായിട്ടേ തോന്നുള്ളൂ. അടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 50 മെഗാ പ്രൈമറി ക്യാമറ, 8 മെഗാ അൾട്രാവൈഡും 2 മെഗാ പ്രസനം ഫോർ ദ ചാനൽസ് അറ്റാപ്പാറ്റ ഉർബ ഫോട്ടോഗ്രാഫി. അതെ, കുറേ നാളായി പറഞ്ഞിട്ട്, കാരണം ഇറക്കണ്ടേ ഫോൺ. ഇനി 50 മെഗാ സാംസങ് ആയതുകൊണ്ട് ക്യാമറ നല്ലതാണ് എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് ഞാൻ വരട്ടെ. ഇനി നമുക്ക് തുടങ്ങാം. സാമ്പിൾസിലേക്ക് നോക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിൽ എനിക്ക് സൂര്യനെ കിട്ടാത്തതുകൊണ്ട് സൂര്യനെ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുക നോർമൽ അൾട്രാവൈഡ് 50 മെഗാ എന്ന രീതിയിലായിരിക്കും. ഫോട്ടോസ് ഈസ് ഗുഡ്, ഡീസെൻ്റ് എന്ന് പറയാം. ഒരു എബോ ആവറേജ് ഡീസെൻറ്റ് ലെവൽ ഫോട്ടോസാണ്. ക്ലൗഡ്സ് ഒക്കെ ആ ഒരു മൂടി രീതിയിലുള്ള ഫോട്ടോസൊക്കെ നൈസാണ്, അത്യാവശ്യം നൈസായിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡേ ലൈറ്റ് ഷോട്ട്സ് വരുമ്പോൾ കുറച്ച് ഡൈനാമിക് റേഞ്ച് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടുന്നുണ്ട്. അതായത് ആ ഒരു സ്ക്രീൻ ചിലപ്പം ഇതായിപ്പോവും, ഓവർ എക്സ്പോസ് ആയി പോകുന്നുണ്ട്. ഇനി പോർട്രേറ്റ് ഫോട്ടോസിൽ എനിക്ക് പ്രശ്നം ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് തന്നെ കിട്ടുന്നത്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈവൻ ഡീറ്റെയിൽസും ബ്ലറൊക്കെ ആണെങ്കിലും നൈസായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്ട്സ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കുറച്ച് ഫോണുകളിലും ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ ടോൺ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അത്യാവശ്യം നല്ല ഹ്യൂമൻ സബ്ജക്റ്റ് ഫോട്ടോസാണ് ഈ ഒരു ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു നാച്ചുറൽ കൈൻഡ് ഓഫ് സ്കിൻ ടോൺ ആണ്. ചൈനീസ് ഫോണുകൾ ഒന്നില്ല കുറച്ച് സാച്ചുറേഷൻ കൂട്ടി പിടിക്കും, അല്ല ഒരു വൈറ്റണിങ് വരും. ഇത് അതിനേലും എന്താ ഒരു സ്റ്റേബിൾ ലെവലിലാണ് നിൽക്കുന്നത്, അത്യാവശ്യം നല്ലൊരു ലെവലിലാണ് നിൽക്കുന്നത്. സോ ഹ്യൂമൻ സബ്ജക്ട് ഫോട്ടോസിന് ഈ ഒരു ഫോൺ നൈസായിരിക്കും. ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസും ഈ ഒരു ഫോൺ വെച്ച് നമുക്ക് യൂസബിൾ നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, ഡീസൻറ്റ് ക്വാളിറ്റി നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നു. ലൈറ്റ് അത്യാവശ്യമൊക്കെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ അൽഗോരിതം കുറച്ചുകൂടെ ബെറ്ററാണ്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ്. ഇനി സെൽഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ സെൽഫി ഫോട്ടോസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. വളരെ റെയറായിട്ട് നമുക്ക് ഓവർ എക്സ്പോസ് ഫോട്ടോസ് കിട്ടാറുണ്ട്, അതായത് ലൈറ്റ് ഫുള്ള് പോയിട്ടുള്ള ഫോട്ടോസ് കിട്ടാറുണ്ട്. എന്നാൽ പോലും ചില ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, അതും ഒരു ഡീസൻറ്റ് ലെവൽ തന്നെ സെൽഫി പറയാം. സെൽഫിയുടെ സ്കിൻ ടോൺ നൈസാണ്, സ്കിൻ ടോൺ സെൽഫിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ക്യാമറ ഓവറോൾ പറയുകയാണെങ്കിൽ സാംസങ് എന്ന പേര് വെച്ചുള്ള ക്യാമറ എനിക്ക് പറയാനില്ല. കാരണം ചിപ്സെറ്റ് തൊട്ടേ റെഡിയാക്കിയിരുന്നെങ്കിൽ പലതും റെഡിയായേനെ, മാരെ നന്നാകത്തില്ല. പക്ഷേ ഒരു ഡീസൻറ്റ് ലെവൽ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. ഇതിനെല്ലാം ബെറ്റർ ഫോൺസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. ഓപ്പോ K13 എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, റിയൽമി P3, പിന്നെ ഈവൻ IQ C10X ഒക്കെ മേ ബി ഇതിനെല്ലാം ബെറ്റർ ഫോട്ടോസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. C10 ബെറ്റർ ഫോട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ഫോട്ടോസിൻ്റെ കാര്യം. ഇനി വീഡിയോ റെക്കോർഡിങ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും സെൽഫിയിലും ഫ്രണ്ടിലും 4K 30 FPS കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാംസങ് M36 എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്, 4K 30 FPS. സോ ചെറിയ സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. സോ റെയർ വീഡിയോ ഈസ് ഗുഡ്, റെയർ വീഡിയോ വലിയ കുഴപ്പമില്ല. സ്റ്റെബിലൈസേഷൻ ഈസ്
ഓക്കെ. ഇനി സെൽഫിലേക്ക് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ 4K ഉണ്ട്, 30 FPS. ഇതാണ് സാംസങ് ഗാലക്സി M36 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ് 4K 30 FPS. അതെ, നമുക്ക് ഫ്രണ്ടിലും 4K കിട്ടുന്നുണ്ട്. എനിവേ സ്റ്റെബിലൈസേഷൻ ഒന്നും തോന്നുന്നില്ല. ഇറ്റ്സ് ഫൈൻ. സെൽഫി 4K 30 FPS തരക്കേടില്ല, സ്റ്റെബിലിറ്റി അത്ര പോരാ, അങ്ങനെയാണ് തോന്നുന്നത്. സോ ക്യാമറ ഓവറോൾ ഇങ്ങനെയൊക്കെയാണ്. അടുത്ത നമുക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ One UI 7 നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടും വിത്ത് ബേസ്ഡ് ഓൺ Android 15. സോ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട എല്ലാം നെഗറ്റീവ് ആണെങ്കിലും ഇതിൻ്റെ ഒറ്റ കിടിലം പോസിറ്റീവാണ് സോഫ്റ്റ്വെയർ. നൈസ് സോഫ്റ്റ്വെയർ ആണ്. ആനിമേഷൻസ് സാംസങ്ങിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആനിമേഷൻ സെറ്റപ്പാണ്. ആപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിലും അതേപോലെ നമ്മൾ ആപ്പ് ഡ്രോവർ എടുക്കുന്നതും കുറേയേറെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് കുറേയേറെ ഉണ്ട്. ബ്ലോട്ട്വെയർസ് നോക്കിക്കഴിഞ്ഞാൽ 9 ബ്ലോട്ട്വെയർസ് ആണ്. അതും ഹെവി ബ്ലോട്ട്വെയർസ് എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഫോൺ പേ, മൈക്രോസോഫ്റ്റിൻ്റെ കുറച്ച് സാധനം, ലിങ്ക്ഡിൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ കുറേ ഈ ബബിൾ ഷൂട്ടറും പിന്നെ മറ്റേ ഷൂട്ടറൊന്നുമില്ല. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, ബ്രെയിൻ വെച്ചൊക്കെ കുറേ ഗെയിം. അപ്പോൾ ചൈനക്കാരുടെ കുറേ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. യൂസബിൾ ബ്ലോട്ട്വെയർസ് ആർക്കൊക്കെ ഉപയോഗപ്രദമാകും എന്ന് എനിക്കറിയില്ല, പക്ഷേ യൂസബിൾ അൺഇൻസ്റ്റാളബിൾ ബ്ലോട്ട്വെയർസ് എന്ന് വേണം പറയാം. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. പിന്നെ ഗ്ലാൻസ് എന്ന് പറഞ്ഞ സാമാനമുണ്ട്, അത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ പല ഫോട്ടോസൊക്കെ വന്നുകൊണ്ടിരിക്കും, ബാറ്ററിയും ചെറുതായിട്ട് തിന്നും. സോ സോഫ്റ്റ്വെയർ ഓവറോൾ നൈസാണ്. കുറേ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നോക്ക് സെക്യൂരിറ്റി ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട്. സോ സോഫ്റ്റ്വെയർ നൈസാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പോയിന്റ് ആണ് സോഫ്റ്റ്വെയർ. നല്ല ഒപ്റ്റിമൈസേഷൻ. എനിക്ക് അങ്ങനെ ലാഗ് അധികം ഫേസ് ചെയ്തിട്ടില്ല. ലാഗ് എന്ന് പറഞ്ഞ സാധനം വലിയ രീതിയിൽ ഫേസ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം സ്മൂത്താണ്. സോ നിങ്ങൾക്ക് നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് സാംസങ് വേണം, ആ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി ഞാൻ വേണം പ്രിഫർ ചെയ്യുക ഒരു ഫോൺ. അതാണ്. ഇനി കണക്ടിവിറ്റിയിലേക്ക് നോക്കാം. നമുക്ക് Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ഉണ്ട്, NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ കോൾ ക്വാളിറ്റി ഈസ് ഓൾസോ ഫൈൻ, ഗുഡ് ആണ്. സർക്കിൾ സെർച്ച് പോലത്തെ AI ആധുനിക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യും. ഇനി സെൻസേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്. പക്ഷേ ഗൈറോസ്കോപ്പ് ഒക്കെ കുറച്ചുകൂടെ ഒക്കെ കാലിബ്രേറ്റ് ചെയ്യേണ്ട സെറ്റപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരണമെങ്കിൽ 5000 mAh ബാറ്ററിയും 25 watts ഫാസ്റ്റ് ചാർജർ അവരുടെ കടയിൽ കാണും. 5000 mAh ഓക്കെ എന്ന് പറയാം, പക്ഷേ 25 watts നോട്ട് ഓക്കെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹൈ ഫ്ലാഗ്ഷിപ്പിൽ പോലും ഇവർ തൊട്ടിത്തരാണ് കാണിക്കുന്നത്. ലൈക്ക് 45 watts ഒക്കെയാണ്. അതും പെട്ടിയിൽ കൊടുക്കാറില്ല, അത് പോട്ടെ. അപ്പോൾ ഇവിടെ 25 watt ഫാസ്റ്റ് ചാർജർ എന്നല്ല, ഇതൊരു സ്ലോ ചാർജർ എന്ന് വേണം പറയാം. എനിവേ ലൈക്ക് 1 hour 1.5 hours ഒക്കെ എടുക്കും ഫുൾ ചാർജൊക്കെ. സോ കുഴപ്പമില്ല എന്താ പറയുക, ബാറ്ററി ബാക്കപ്പ് ഈസ് ഗുഡ്, പക്ഷേ ചാർജിങ് സ്ലോ ആണ്. ഇനി ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് ബേസ് വേരിയൻറ്റ് 6128 ഉണ്ട്, 17,499 ആണ് പ്രൈസ്. കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആക്ച്വലി വിട്ടു. ഇതിൻ്റെ ചിഹ്ന് ഒരു രക്ഷയില്ലാത്ത ചിഹ്നാണ്. അതായത് ഡിസ്പ്ലേയുടെ അത്യാവശ്യം പകുതി തിന്നുന്ന പോലെയാണ് ചിഹ്നിരിക്കുന്നത്. അതിൻ്റെ കൂടി ഈ വാട്ടർ ഡ്രോപ്ഡ് വൃത്തികെട്ട നോച്ചും. സോ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ തോൽവി സ്റ്റൈലായിട്ടാണ് തോന്നുന്നത്. അതെ, അതിൽ തന്നെ കുറേ പേർക്ക് ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചെന്നിരിക്കാം. പിന്നെ ഇവർ നോർമൽ ഇവരുടെ സൂപ്പർ ആമോലെഡ് ആണെങ്കിലും ഫ്ലെക്സിബിൾ ആമോലെഡ് അല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്രയും ചിഹ്നം വന്നേക്കുന്നത്. ബാക്കി മിക്ക ഫോണുകളിൽ ഈ ചിഹ്നം കുറയ്ക്കാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആമോലെഡ് ആയിരിക്കും, ഇതിലതില്ല. സോ ഡിസ്പ്ലേ ആ ഒരു ഡിസൈൻ സ്റ്റൈലിൽ മീൻസ് ഡിസ്പ്ലേയിൽ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇനി അത് മാറ്റി ബാക്കി പെർഫോമൻസ് ഒരു നോർമൽ യൂസറൊക്കെയാണ് സാംസങ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ക്യാമറ ഈസ് ഓൾസോ ഡീസൻറ്റ്, ബാറ്ററി ബാക്കപ്പും ഫൈനാണ്. സോ ഒരു നോർമൽ യൂസറിന് സാംസങ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് നോക്കാമെന്നാണ്. സോഫ്റ്റ്വെയർ എന്നൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം, അത് വേറെ പോയിൻ്റായിട്ട് ഞാൻ വെച്ചേക്കും. സോഫ്റ്റ്വെയർ ഈസ് നൈസ്, പക്ഷേ ഈ ഡിസ്പ്ലേ കൊണ്ട് ആ ഡിസൈൻ മാറ്റണം. അത് അടുത്ത വർഷം ഇവരുടെ സ്വഭാവം വെച്ച് ഇവർ അടുത്ത വർഷം ചിലപ്പോൾ ഒന്നുകൂടെ കുറയ്ക്കും. അതാണ് ഇവരുടെ ഒരു സെറ്റപ്പ്. എനിക്ക് ബാക്കിയെല്ലാം നൈസാണ്, പക്ഷേ ഈ ഒരു സാധനം റെഡിയാക്കേണ്ടതുണ്ട്. വേറെ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഇല്ല. പിന്നെ പ്രൈസ് ഓഫ് കോഴ്സ് ഈ ഒരു സെറ്റപ്പ് വെച്ച് പ്രൈസ് കൂടുതലാണ്. ഒരു 15,000 ഒക്കെയാണ് നല്ല. കാരണം M35 ലോഞ്ച് ചെയ്തത് ലൈക്ക് 15-16 ഓഫറിൽ അത് 13-14 റേഞ്ചിലൊക്കെ വന്നു. സോ ഇത് ബിഗ് സെയിലൊക്കെ വരുമ്പോൾ കുറവായിരിക്കും. എന്നാലും നോ ചെക്ക് താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാൻ കേട്ടോ. എനിക്ക് വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. സാംസങ് വേണ്ടവർക്ക് ഇത് മാത്രം ഓപ്ഷനുള്ളൂ, നിങ്ങൾ ഇതിൽ പെട്ടുപോകും. കാരണം വേറെ സാംസങ് എനിക്ക് പറയാനില്ല. A-സീരീസിനാലും ഭേദം ഇതാ കേട്ടോ, അത് വേറെ കാര്യം. കാരണം പ്രൈസ് കൂടുതലാണ്, അത് വേറെ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. എനിവേ കുഴപ്പമില്ല, സാംസങ്ങുകാർക്ക് നോക്കാവുന്ന ഒരു ഫോണെന്നേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും